ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കൺസിഡർ എ ഫംഗ്ഷൻ എഫ് ഫ്രം 1 2 3 ടു എ ബി സി, ഫംഗ്ഷൻ ജി ഫ്രം എ ബി സി ടു ആപ്പിൾ ബാൾ ക്യാറ്റ്. ഓക്കെ, എഫ് ഓഫ് 1 ഈസ് എ, എഫ് ഓഫ് 2 എന്താണ്? എഫ് ഓഫ് 2 ബി, എഫ് ഓഫ് 3 സി, ജി ഓഫ് എ ആപ്പിൾ, ജി ഓഫ് ബി ബോൾ, ജി ഓഫ് സി ക്യാറ്റ്. ഷോ ദാറ്റ് എഫ് ജി, ജി ഒ എഫ് ആർ ഇൻവേർട്ടബിൾ. ഫൈൻഡ് എഫ് ഇൻവേഴ്സ്, ജി ഇൻവേഴ്സ്, ജി ഓഫ് എഫ് ഇൻവേഴ്സ് ആൻഡ് ഷോ ദാറ്റ് ജി ഓഫ് എഫ് ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓ ജി ഓഫ് ജി ഇൻവേഴ്സ്. ഇതാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ എന്തായിരിക്കും? നമുക്കിങ്ങനെ ഒരു ഫംഗ്ഷൻ എഫ് ഉണ്ടെങ്കിൽ അത് 1 2 3യിൽ നിന്ന് എ ബി സിയിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു? മാപ്പ് ചെയ്തിരിക്കുന്നു. 1ഉം എയും തമ്മിൽ റിലേഷൻ, 2ഉം ബിയും തമ്മിൽ റിലേഷൻ, 3യും സിയും തമ്മിൽ എന്ത് റിലേഷൻ? ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഏതാണ്? അതാണ് നമ്മുടെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇനി ഇതിൽ നിന്ന് ഞാൻ എന്തിനെ ഡിഫൈൻ ചെയ്തു? രണ്ടാമത്തെ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തു, ജിയെ ഡിഫൈൻ ചെയ്തു. ഓക്കെ, ജി എങ്ങനെയായിരിക്കും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എയ്ക്ക് ആരോടാണ് റിലേഷൻ? ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ ഓക്കെ, എയ്ക്ക് റിലേഷൻ ആപ്പിള്, ബിക്ക് റിലേഷൻ ബോള്, സിക്ക് റിലേഷൻ ക്യാറ്റ്. ഓക്കെ, അങ്ങനെ നമ്മൾ റിലേഷൻ കൊടുത്തിരിക്കുന്നു. ബിക്ക് റിലേഷൻ ബോള്, സിക്ക് റിലേഷൻ ക്യാറ്റ്. നമ്മളോട് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? എഫ് ജി എഫ് ആർ ഇൻവേർട്ടബിൾ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ 1 1 കൊണ്ടും ആണെന്ന് പ്രൂവ് ചെയ്യണം. കാരണം 1 1 കൊണ്ടും ആണെങ്കിൽ ഇതെന്താണ്? ഇൻവേർട്ടബിൾ ആണ്. എഫ് ഇൻവേഴ്സ് കണ്ടുപിടിക്കണം, ജി ഇൻവേഴ്സ് കണ്ടുപിടിക്കണം, ജി ഓഫ് എഫ് ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഷോ ദാറ്റ് ജി ഓഫ് എഫ് ഇൻവേഴ്സ് ഈസ് എഫ് ഇൻവേഴ്സ് ഓ ജി ഇൻവേഴ്സ്. ഓക്കെ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും പ്രൂവ് ചെയ്യേണ്ടത്? ആദ്യമേ നമ്മൾ എഫ് 1 2 3 ടു എ ബി സി ആണ്. എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? ഇത് 1 2 3 ടു എ ബി സി ആണ്. എഫ് ഇൻവേഴ്സ് എ ബി സി ടു 1 2 3 ആണ്. ഓക്കെ, അതായത് നമ്മുടെ ഏതാണ് നമ്മുടെ ഫംഗ്ഷൻ? അതിൻ്റെ എന്ത് റിവേഴ്സ് ഓർഡറിൽ. ഓക്കെ, അതുപോലെ ജി ഇൻവേഴ്സ് എങ്ങനെയായിരിക്കും? ജി എ ബി സി ടു ആപ്പിൾ ബോൾ ക്യാറ്റ് ആണ്. ജി ഇൻവേഴ്സ് ആപ്പിൾ ബോൾ ക്യാറ്റ് ടു എ ബി സി ആയിരിക്കും. ഓക്കെ, എന്താണ്? എഫ് ഇൻവേഴ്സ് എ ബി സി ടു 1 2 3, കാരണം എഫ് 1 2 3 ടു എ ബി സി ആണ്. എഫ് ഇൻവേഴ്സ് എ ബി സി ടു 1 2 3 ആയിരിക്കും. ജി എ ബി സി ടു ആപ്പിൾ ബോൾ ക്യാറ്റ് ആണ്. ജി ഇൻവേഴ്സ് ആപ്പിൾ ബോൾ ക്യാറ്റ് ടു എ ബി സി ആയിരിക്കും. അതുപോലെ നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാം? എഫ് ഇൻവേഴ്സ് എ എന്ന് പറയുന്നത് 1 ആയിരിക്കും. എഫ് ഇൻവേഴ്സ് ബി എന്ന് പറയുന്നത് 2 ആയിരിക്കും. എഫ് ഇൻവേഴ്സ് സി എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ആയിരിക്കും. കാരണം നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് എന്താണ്? എഫ് ഓഫ് 1 ഈക്വൽ ടു എ എന്ന് പ്രീവിയസ് സ്റ്റെപ്പിൽ. അതേ എക്സ്പ്രഷൻ തന്നെയാണ് 1 ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് എ എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് അതേ എക്സ്പ്രഷൻ തന്നെ ഞാൻ വീണ്ടും ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്താൽ എഫ് ഇൻവേഴ്സ് എ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് നമുക്ക് ഫസ്റ്റത്തെ എന്ത് കിട്ടും? എക്സ്പ്രഷൻ കിട്ടും. എഫ് ഇൻവേഴ്സ് എ 1, എഫ് ഇൻവേഴ്സ് ബി, അതുപോലെ നമുക്ക് 2, എഫ് ഇൻവേഴ്സ് സി നമുക്ക് എന്തെന്ന് എഴുതാം? 3 എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്? എഫ് ഓഫ് 1 എ ആണെങ്കിൽ 1ന് ഒരു എഫ് ഇൻവേഴ്സ് എന്ന് എഴുതാം. ഫംഗ്ഷൻ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇത് ഇൻവേഴ്സ് ഫംഗ്ഷൻ ആകുന്നത്. എഫ് ഇൻവേഴ്സ് എന്തെന്ന് എഴുതാം? 1 എന്ന് എഴുതാം. ശരിയല്ലേ? അതുപോലെ തന്നെ നമുക്ക് എന്തെഴുതാം? ജി ഇൻവേഴ്സ്, അതായത് ജിയോ എ ബി സി ടു ആപ്പിൾ ബോൾ ക്യാറ്റ് ആണ്. ജി ഇൻവേഴ്സ് ആപ്പിൾ ബോൾ ക്യാറ്റ് ടു എ ബി സി ആണെങ്കിൽ ജി ഇൻവേഴ്സ് ആപ്പിൾ എന്താണ്? എ ആണ്. എന്തുകൊണ്ട്? നമുക്ക് ഓൾറെഡി പ്രീവിയസ് സ്റ്റെപ്പിൽ കിട്ടിയിരിക്കുന്ന പോലെ തന്നെ ജി ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? ആപ്പിൾ ആണ്. ജി ഓഫ് എ ആപ്പിൾ ആണെങ്കിൽ ഇതേ എക്സ്പ്രഷനെ റീഅറേഞ്ച് ചെയ്താൽ എ ഈക്വൽ ടു ജി ഇൻവേഴ്സ് ആപ്പിൾ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. എ ജി ഇൻവേഴ്സ് ആപ്പിൾ എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് തന്നെയാണ് നമ്മൾ ഇൻവേഴ്സ് ഫംഗ്ഷനായിട്ട് ജി ഇൻവേഴ്സ് ആപ്പിൾ ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? എഴുതിയിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ പറയുന്നതനുസരിച്ച് ജി ഓഫ് എ ആപ്പിൾ ആണ്. എ ജി ഇൻവേഴ്സ് ആപ്പിൾ എന്ന് എഴുതാം. ആ എക്സ്പ്രഷനെ തന്നെ റീഅറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ജി ഇൻവേഴ്സ് ആപ്പിൾ ഈസ് ഈക്വൽ ടു എ. അതുപോലെ നമുക്ക് ബാക്കിയുള്ളത് എന്താ എഴുതാവുന്നത്? ജി ഇൻവേഴ്സ് ബോൾ ബി. കാരണം എന്തുകൊണ്ടാണ്? ജി ഓഫ് ബി ബോൾ ജി ഓഫ് ബി ബോൾ ആയിരിക്കും. അങ്ങനെയാണ് ജി ഇൻവേഴ്സ് ബോൾ ബി, ജി ഇൻവേഴ്സ് ക്യാറ്റ് സി എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. കറക്റ്റ് അല്ലേ? ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പം ഈ എഫ് ഇൻവേഴ്സ് എ എന്ന് പറഞ്ഞ 1, എഫ് ഇൻവേഴ്സ് ബി 2, എഫ് ഇൻവേഴ്സ് സി 3, ജി ഇൻവേഴ്സ് ആപ്പിൾ എ, ജി ഇൻവേഴ്സ് ബി ബോള്, ജി ഇൻവേഴ്സ് സി ക്യാറ്റ് എന്നുള്ള നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. ഓക്കെ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ടത്? എഫ് ഇൻവേഴ്സ് ആകണമെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടണം? അതായത് ഒരു ഫംഗ്ഷൻ ഇൻവേഴ്സ് ആണെങ്കിൽ എഫിന് ഒരു ഇൻവേഴ്സ് ഫംഗ്ഷൻ ഉണ്ട്. എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് എന്ത് കിട്ടണം? ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടണം. ഓക്കെ, അതുപോലെ എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് എന്ത് കിട്ടണം? ഒരു ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടണം. അതുപോലെ ജി ഇൻവേഴ്സ് ഓഫ് ജി എന്ത് കിട്ടണം? ഒരു ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടണം. ജി ഓഫ് ജി ഇൻവേഴ്സ് എന്ത് കിട്ടണം? ഒരു ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടണം.
എങ്കിൽ മാത്രമേ നമുക്കതിനെ എന്തെന്ന് വിളിക്കത്തുള്ളൂ, ഒരു ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് വിളിക്കത്തുള്ളൂ. ഓക്കെ, അതതിൻ്റെ എന്താണ്, ഒരു ബേസിക്കാണ്. ഓക്കെ, അതായത് ഇനി ഓക്കെ, അതായത് ഞാനിതിൽ ഓരോന്നിൻ്റെ ഓരോ എക്സാമ്പിൾ. ഓക്കെ, അതായത് നമ്മളിത് പ്രൂവ് ചെയ്യുന്ന എന്താണ്, എഫ് ഇൻവേഴ്സ് ഒ എഫ് നമ്മൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് എഴുതണം. ഓക്കെ അല്ലേ? അതിലൊരു എലമെൻ്റ് എടുത്തോ, എഫ് ഇൻവേഴ്സ് ഒ എഫ് ഓഫ് ഏതായിരിക്കും, എഫിലൊരു എലമെൻ്റ് എടുക്കുക, എഫ് ഓഫ് ഏതെടുക്കണം, 1 എടുക്കണം. അപ്പോൾ എത്ര കിട്ടും, ദാറ്റ് ഈസ് എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് 1 കിട്ടും. കറക്റ്റ് അല്ലേ? എന്താണ് എഫ് ഓഫ് 1? എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, എ കിട്ടും. സോ എഫ് ഇൻവേഴ്സ് എത്ര കിട്ടും, എ കിട്ടും. ഇനി എന്താണ് എഫ് ഇൻവേഴ്സ് എ? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, എന്ത് കിട്ടി, 1 കിട്ടി. അങ്ങനെയാണ് നമ്മൾ ഒരൊറ്റ എലമെൻറ്റ് വെച്ചിട്ട് നമ്മൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണെന്ന് എന്ത് ചെയ്ത് പ്രൂവ് ചെയ്ത്. എന്താണ്, എഫ് ഇൻവേഴ്സ് ഓ എഫ് ഓഫ് ഇതെടുത്തു, ഒരു എലമെൻറ്റ് എടുത്തു 1, എഫിലെ ഒരു എലമെൻറ്റ് എടുത്തു 1 കിട്ടി. ഓക്കെ, എഫ് ഇൻവേഴ്സ് ഓ എഫ് 1 എടുത്തു, അപ്പോൾ എത്ര കിട്ടി, അതിന് വരും എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് 1 എന്ന് എഴുതി. കറക്റ്റ് അല്ലേ? എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് 1 എന്ന് എഴുതി. എഫ് ഓഫ് 1 എന്ന് പറയുന്നത് എത്രയായിരിക്കും, എ ആയിരിക്കും. ഓക്കെ, അതായത് എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എ ആയിരിക്കും. അപ്പം എഫ് ഇൻവേഴ്സ് എ എന്ന് പറയുന്നത് എത്ര വരും, ഈ ഒരു ഗ്രാഫ് കൊണ്ട് അറിയാം 1 ആയിരിക്കും. അപ്പോൾ നമ്മൾ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 1 തന്നെ നമുക്ക് എലമെൻറ്റ് കിട്ടി. ഓക്കെ, ഇതേ ട്രാൻസ്ഫർമേഷൻ ഞാൻ ഇനി വേറെ എലമെൻറ്റ് വെച്ച് രണ്ടാമത്തേന് ചെയ്യുക. ഏതാണ്, എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഏത് ചെയ്യുകയാണ്, ബി ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ബി എന്ന രീതിയിൽ വരും. ഓക്കെ, എന്തുകൊണ്ടാണ്, എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ബി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ബി എന്നുള്ള രീതിയിൽ എക്സ്പ്രഷൻ കിട്ടും. എന്താണ് എഫ് ഇൻവേഴ്സ് ബി? രണ്ടാമത്തെ കണ്ടാൽ അറിയാം, എഫ് ഇൻവേഴ്സ് ബി എന്ന് പറയുന്നത് എത്രയാണ്, 2 ആണ്. അപ്പോൾ എത്ര കിട്ടും, എഫ് ഓഫ് 2 കിട്ടും. എഫ് ഓഫ് 2 എന്ന് പറയുന്നത് എത്രയാണ്, ഫസ്റ്റ് സെറ്റ് നോക്കിയറിയാം, എഫ് ഓഫ് 2 എന്ന് പറയുന്നത് എത്രയാണ്, ബി തന്നെയാണ്. നമുക്കൊരു മാറ്റവും ഇല്ലാതെ ഏതിനെ കിട്ടി, ഫംഗ്ഷനെ കിട്ടി. ഓക്കെ, എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് എന്ന് പറയുന്നത് 1 ആണ്. സോ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്, അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് 1 നമുക്ക് 1 തന്നെ കിട്ടി. എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ബി എന്ന് പറയുന്നത് എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ബി എന്ന് എഴുതാം. എഫ് ഇൻവേഴ്സ് ബി എന്ന് പറയുന്നത് എത്രയാണ്, 2 ആണ്. എഫ് ഇൻവേഴ്സ് ബി 2 ആണ്. എഫ് ഓഫ് 2 എന്ന് പറയുന്നത് എത്ര കിട്ടും, ബി കിട്ടും. ഓക്കെ, രണ്ടാമത്തെ എലമെൻറ്റിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. രണ്ടാമത്തെ എലമെൻറ്റിന് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ അതിലൊന്ന് മാത്രമേ കാണിക്കത്തുള്ളൂ, ജി ഇൻവേഴ്സ് ഓഫ് ജി ഓഫ് ഏതെടുക്കണം, ജി ഓഫ് എ എടുത്തു. ജി ഇൻവേഴ്സ് ഓഫ് ജി ഓഫ് എത്ര എടുത്തു, എ എടുത്തു. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ജി ഇൻവേഴ്സ് ഓഫ് ജി ഓഫ് എ കിട്ടും. ഓക്കെ, എന്താണ് ജി ഓഫ് എ? രണ്ടാമത്തെ ഫംഗ്ഷൻ കണ്ടാലേ അറിയാം, ജി ഓഫ് എ എന്ന് പറയുന്നത് എത്ര വരും, ആപ്പിൾ വരും. അപ്പോൾ അത് എത്ര കിട്ടും, ജി ഇൻവേഴ്സ് ഓഫ് എത്ര കിട്ടും, ആപ്പിൾ കിട്ടും. നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന അനുസരിച്ച്, രണ്ടാമത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന അനുസരിച്ച് ജി ഇൻവേഴ്സ് ആപ്പിൾ എന്ന് പറയുന്നത് എത്ര കിട്ടും, എ കിട്ടും. അപ്പോൾ നമുക്കത് എത്ര തന്നെ കിട്ടി, എ തന്നെ കിട്ടി. നമ്മൾ എന്ത് ഫംഗ്ഷൻ അപ്ലൈ ചെയ്താലും അവിടെ എന്ത് സംഭവിച്ചില്ല, ട്രാൻസ്ഫർമേഷൻ ഒന്നും സംഭവിച്ചില്ല. എന്തുകൊണ്ടാണ്, ജി ഇൻവേഴ്സ് ജി എന്നൊരു ഓപ്പറേഷൻ ചെയ്തിട്ടും എ എന്നുള്ള എലമെൻറ്റ് എ തന്നെയായിട്ട് എന്ത് ചെയ്തു, റിമെയിൻ ചെയ്തു. അപ്പോൾ അതെന്താണ്, ഐഡൻറ്റിറ്റിയാണ്. ഇതുപോലെ നിങ്ങൾ ബി കൊടുത്താലും സി കൊടുത്താലും ഇതേ രീതിയിൽ തന്നെ എന്ത് കിട്ടും, ബി എന്നും സി എന്ന് പറഞ്ഞ് എന്ത് കിട്ടും, ആൻസർ കിട്ടും. അതായത് ജി ഇൻവേഴ്സ് ഓഫ് ജി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്, ജി ഇൻവേഴ്സ് ഓഫ് ജി ഓഫ് എ. എന്താണ് ജി ഓഫ് എ? ജി ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്, ആപ്പിളാണ്. ജി ഇൻവേഴ്സ് ഓഫ് ആപ്പിൾ എന്താണ്, ജി ഇൻവേഴ്സ് ആപ്പിൾ എന്ന് പറയുന്നത് എന്താണ്, എ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ. അതുപോലെ തന്നെ നമുക്ക് എന്ത് നെക്സ്റ്റ് വൺ പ്രൂവ് ചെയ്യാൻ സാധിക്കും, ജി. ഓക്കെ, നൗ ജി ഓ ജി ഇൻവേഴ്സ് ഏത് എലമെൻ്റ് എടുക്കണം, ആപ്പിൾ എടുത്തു. ഓക്കെ, ജി ഓഫ് ജി ഇൻവേഴ്സ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ജി ഓഫ് ജി ഇൻവേഴ്സ് ആപ്പിൾ. എന്താണ് ജി ഇൻവേഴ്സ് ആപ്പിള്? കാരണം ഈ ഒരു എക്സ്പ്രഷൻ കണ്ടാൽ അറിയാം, ജി ഇൻവേഴ്സ് ആപ്പിൾ എന്ന് പറയുന്നത് എത്ര വരും, എ വരും. അപ്പോൾ എത്ര കിട്ടും, ജി ഓഫ് എ കിട്ടും. എന്താണ് ജി ഓഫ് എ? ജി ഓഫ് എ എന്ന് പറയുന്നത് തന്നെ കിട്ടി, ആപ്പിൾ തന്നെയാണ്. കാരണം ശ്രദ്ധിക്കുക, ജി ഓഫ് ജി ഇൻവേഴ്സ് ആപ്പിളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ജി ഓഫ് ജി ഇൻവേഴ്സ് ഓഫ് ആപ്പിളാണ് കണ്ടുപിടിക്കേണ്ടത്. അത് ജി ഓഫ് ജി ഇൻവേഴ്സ് ആപ്പിൾ എന്നൊരു എക്സ്പ്രഷൻ വന്നു. ജി ഇൻവേഴ്സ് ആപ്പിൾ എ ആണ്. അപ്പം ഈ ജി ഇൻവേഴ്സ് ആപ്പിളിൻ്റെ എഴുതി ജി ഓഫ് എ എന്താണ്, ആപ്പിളാണ്. അപ്പം നമ്മൾ ജി ഓഫ് ജി ഇൻവേഴ്സ് എന്നൊരു ഓപ്പറേഷൻ അപ്ലൈ ചെയ്താലും ആപ്പിളിന് ഒരു ചേഞ്ചും സംഭവിച്ചില്ല. അതുകൊണ്ടാണ് ജി ഇൻവേഴ്സ് ഓഫ് ജി ഐഡൻറ്റിറ്റി മെട്രിക്സ് ആകുന്നത്. ഓക്കെ, ജി ഓഫ് ജി ഇൻവേഴ്സും ഐഡൻറ്റിറ്റി മെട്രിക്സ് ആകുന്നത്. ഇവിടെ ആപ്പിളിന് പകരം നമ്മൾ ബോൾ കൊടുത്താലും ക്യാറ്റ് കൊടുത്താലും ഇവിടുത്തെ ആൻസർ ബോൾ അല്ലേ ക്യാറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ എന്ത് എഴുതാം, ഇതുപോലെ ഒരെണ്ണം വെച്ച് നമ്മൾ എന്ത് ചെയ്താൽ മതി, കാണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ എന്ത് ചെയ്യാം, വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ഓക്കെ
അപ്പോൾ നമ്മൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് അടുത്ത നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ഡി എന്നൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ഓക്കെ അല്ലേ? അത് നേരെ ആപ്പിൾ ബോൾ ക്യാറ്റിൽ നിന്ന് ഞാൻ ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, അടുത്ത ജി ഓഫ് എഫ് ഓഫ് എക്സ് 1 2 3 നമുക്ക് നേരെ ആപ്പിൾ ബോൾ ക്യാറ്റിലേക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്യാം? ഡിഫൈൻ ചെയ്യാം. എന്തുകൊണ്ടാണ്? എഫ് എന്താണ്? 1 2 3യിൽ നിന്ന് എ ബി സിയിലോട്ട് ആര് കണക്ട് ചെയ്യുന്നു? എഫ് കണക്ട് ചെയ്യുന്നു. അതിൽ നിന്ന് ആപ്പിൾ ബോള് ക്യാറ്റിലേക്ക് ആര് കണക്ട് ചെയ്യുന്നു? ജി കണക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ഇതിന് രണ്ടിനെയും കൂടെ കോമ്പോസിഷനായിട്ട് എഫ് ഒ ജി എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് ജി ഓഫ് എക്സ് എവിടെ നിന്ന് എങ്ങോട്ട് കണക്ട് ചെയ്യുന്നു? 1 2 3യിൽ നിന്ന് ആപ്പിൾ ബോള് ക്യാറ്റിലേക്ക് എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നു. എഫ് ഒ ജി. അപ്പോൾ 1 2 3യിൽ നിന്ന് എഫ് ഒ ജി എങ്ങോട്ട് കണക്ട് ചെയ്യുന്നു? 1 2 3യിൽ നിന്ന് എഫ് ഒ ജി ആപ്പിൾ ബോൾ ക്യാറ്റിലേക്ക് എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നു. അതാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്? റിലേഷൻ എന്ന് പറഞ്ഞ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ജി ഓഫ് എഫ് ഓക്കെ എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഫൈൻ ചെയ്യുന്നു. സോറി, അതായത് ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഓക്കെ, അതായത് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു 1 2 3യിൽ നിന്ന്, അതായത് എഫ് എന്ന് പറയുന്നത് 1 2 3 ടു എ ബി സി ആണ്. ഓക്കെ, രണ്ടാമത്തെ ജി എന്ന് പറയുന്നത് എന്താണ്? എ ബി സി ടു ആപ്പിൾ ബോള് ക്യാറ്റിലേക്കാണ്. ഓക്കെ, നൗ ഇനി ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് എവിടെ നിന്നാണ്? 1 2 3യിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് ഡിഫൈൻ ചെയ്യുന്നു? ആപ്പിൾ ബോൾ ക്യാറ്റ്. അവിടെ പ്രത്യേകത എന്തായിരിക്കും? ജി ഓഫ് എഫ് ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആപ്പിൾ കിട്ടും. അതുപോലെ ജി ഓഫ് എഫ് ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ബോൾ കിട്ടും. ജി ഓഫ് എഫ് ഓഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ക്യാറ്റ് കിട്ടും. ഓക്കെ, നമ്മൾ അങ്ങനെയാണ് ഒരു ജി ഓഫ് എഫ് ഓഫ് 1, ജി ഓഫ് എഫ് ഓഫ് 2, ജി ഓഫ് എഫ് ഓഫ് 3 എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? മൂന്നെണ്ണത്തിനെ എന്ത് ചെയ്തു? ഡിഫൈൻ ചെയ്തു. കാരണം നമ്മൾ 1 2 3യിൽ നിന്ന് ആപ്പിൾ ബോൾ ക്യാറ്റിലേക്ക് എന്തിനെ ഡിഫൈൻ ചെയ്തു? ഒരു ജി ഓഫ് എഫിനെ നമ്മൾ എന്ത് ചെയ്തു? ഡിഫൈൻ ചെയ്തു. അത് ജി ഓഫ് എഫ് ഓഫ് എക്സ്. എന്തുകൊണ്ടാണ്? ജി ഓഫ് എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? എ കിട്ടും. ജി ഓഫ് എന്തുകൊണ്ടാണ്? ജസ്റ്റ് ഒരെണ്ണം മാത്രം ഞാൻ എന്ത് ചെയ്തു തരാം? വെരിഫൈ ചെയ്ത് തരാം. ഓക്കെ, ജി ഓഫ് എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? ജി ഓഫ് എഫ് ഓഫ് 1. എന്താണ് എഫ് ഓഫ് 1? എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? ജി ഓഫ് എ കിട്ടും. എന്താണ് ജി ഓഫ് എ? ജി ഓഫ് എ എന്ന് പറയുന്നത് ആപ്പിൾ. സോ ആപ്പിൾ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ജി ഒ എഫ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ, ജി ഒ എഫ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ. ഓക്കെ, നമ്മളിനി പറയുന്നതനുസരിച്ച് ഓക്കെ ഞാനിവിടെ നേരെ എഫ് ഒ ജി ആണ് നമ്മൾ ജി ഓഫ് എഫ് വെച്ചിട്ടാണ് 1 2 3 ടു ആപ്പിൾ ബോൾ ക്യാറ്റിലോട്ട് എന്ത് ചെയ്തത്? ഡിഫൈൻ ചെയ്തത്. ഞാനവിടെ അത് കറക്റ്റ് ചെയ്തിട്ടൊന്ന് തിരുത്തി എഴുതിക്കോളാം. എഫ് ഒ ജി അല്ല, നമ്മൾ ഏതാണ്? ജസ്റ്റ് ശ്രദ്ധിക്കുക, 1 2 3ലോട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഏതാണ്? ജി ഒ എഫ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ജി ഓഫ് എഫ് ഓഫ് എക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് എന്ത് ചെയ്തിരിക്കുന്നത്? ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് ജി ഓഫ് എഫ് എന്ന് പറയുന്നതാണ് ജി ഓഫ് എഫ് ഓഫ് എക്സ് ടു 1 2 3 ടു ആപ്പിൾ ബോൾ ക്യാറ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പേജിലോട്ട് എത്തിക്കഴിഞ്ഞാൽ എന്ത് എഴുതാം? നമ്മളതിനെ ഒന്നുകൂടെ എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് ഓൾറെഡി ജി ഓഫ് എഫ് ഓഫ് 1 ആപ്പിൾ, ജി ഓഫ് എഫ് ഓഫ് 2 ബോൾ, ജി ഓഫ് എഫ് ഓഫ് 3 ക്യാറ്റ് എന്ന് ഡിഫൈൻ ചെയ്താൽ ജി ഓഫ് എഫ് ഓഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എത്ര വരും? ജി ഓഫ് എഫ് ഓഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എത്ര വരും? നമ്മൾ അതിന് ഇൻവേഴ്സ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. ആപ്പിൾ ബോൾ ക്യാറ്റിൽ നിന്ന് 1 2 3ലോട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിഫൈൻ ചെയ്യാം. ഓക്കെ, എന്താണ്? ജി ഓഫ് എഫ് ഓഫ് 1 ആപ്പിൾ ആണ്, ജി ഓഫ് എഫ് ഓഫ് 2 ബോൾ ആണ്, ജി ഓഫ് എഫ് ഓഫ് 3 എന്താണ്? ക്യാറ്റ് ആണെങ്കിൽ ഓക്കെ, നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞ പോലെ തന്നെ ജി ഓഫ് എഫ് ഓഫ് 1 ആപ്പിൾ, ജി ഓഫ് എഫ് ഓഫ് 2 ബോൾ, ജി ഓഫ് എഫ് ഓഫ് 3 ക്യാറ്റ് എന്ന് കിട്ടും. അങ്ങനെയാണ് ജി ഓഫ് എഫ് ഓഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? ആപ്പിൾ കിട്ടും. ഓക്കെ അല്ലേ? കാരണം അതായത് ജി ഓഫ് എഫ് 1 2 3 ആണെങ്കിൽ ഇൻവേഴ്സ് എടുക്കുമ്പം ആപ്പിൾ ബോൾ ക്യാറ്റ് ഇൻപുട്ട് വരും, 1 2 3 ഔട്ട്പുട്ട്. അതുകൊണ്ടാണ് ജി ഓഫ് എഫ് ഓഫ് ഇൻവേഴ്സ് ആപ്പിൾ കിട്ടും, ജി ഓഫ് എഫ് ഇൻവേഴ്സ് ബോൾ 2 കിട്ടും, ജി ഓഫ് എഫ് ഇൻവേഴ്സ് ക്യാറ്റ് എത്ര കിട്ടും? 3 കിട്ടും. ഓക്കെ, അതായത് നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞ ജി ഓഫ് എഫ് ഓഫ് 1, അതായത് നമ്മൾ തൊട്ട് ഫ്രണ്ടിൽ പറഞ്ഞിരിക്കുന്ന അതേ കേസ് വെച്ചിട്ട് എന്താണ്? ജി ഓഫ് എഫ് ഓഫ് 1 ആപ്പിൾ. ഓക്കെ, ജി ഓഫ് എഫ് ഓഫ് 1 ആപ്പിൾ, ജി ഓഫ് എഫ് ഓഫ് 2 ബോൾ, ജി ഓഫ് എഫ് ഓഫ് 3 ക്യാറ്റ്.
ഇതേ കേസ് ഉപയോഗിച്ച് തന്നെ GF(f(1) ആപ്പിളും GF(f(2) ബോളും GF(f(3) കാറ്റും ആണെങ്കിൽ GF(f ഇൻവേഴ്സ് ആപ്പിൾ ബോൾ കാറ്റിൽ നിന്ന് 1 2 3 ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, അങ്ങനെ GF(f ഇൻവേഴ്സ് ആപ്പിളും എന്ന് പറഞ്ഞാൽ GF(f ഇൻവേഴ്സ് ഓഫ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ 1 കിട്ടും, GF(f ഇൻവേഴ്സ് ബോൾ 2 കിട്ടും, GF(f ഇൻവേഴ്സ് കാറ്റ് എത്ര കിട്ടും? 3 കിട്ടും. ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? GF(f ഇൻവേഴ്സ് ഓഫ് GF(f ഇൻവേഴ്സ് ഓഫ് GF(f) എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടും. ഓക്കെ, അതിന് ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഓക്കെ, അതായത് GF ഇൻവേഴ്സ്, അതിന് പകരം നമുക്ക് എന്ത് വിളിക്കാം? കാരണം അത്ര എഴുതി കഴിയുമ്പോഴത്തേക്കും മൊത്തത്തിൽ എന്താകും? കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് അതിന് പകരമായിട്ട് ഞാൻ എന്ത് വിളിക്കുകയാണ്? ഷോർട്ടായിട്ട്. ഓക്കെ, നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? GF ഇൻവേഴ്സ് ഓഫ് GF. ഓക്കെ അല്ലേ? GF ഇൻവേഴ്സ് ഓഫ് GF ഓഫ് ഏതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? 1 ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? വിച്ച് ഈസ് ഈക്വൽ ടു GF ഇൻവേഴ്സ് ഓഫ് GF(f1). എന്താണ് GF(f1)? GF(f1) നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിയിരിക്കുന്ന അനുസരിച്ച് എന്താണ്? GF(f1) എന്ന് പറയുന്നത് എന്താണ്? ആപ്പിളാണ്. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര കിട്ടും? GF ഇൻവേഴ്സ് ആപ്പിളാണ്. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ, GF ഇൻവേഴ്സ് ആപ്പിൾ എന്താണ്? 1 ആണ്. അപ്പോൾ നമുക്ക് വലിയൊരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, GF ഇൻവേഴ്സ് ഓഫ് GF എന്താണ്? 1 ആണ്. GF ഇൻവേഴ്സ് ഓഫ് GF 1 ആണ്. നെക്സ്റ്റ് വൺ, GF ഇൻവേഴ്സ് ഓഫ് GF(f(1) എന്ന് വരും. GF(f(1) എത്രയാണ്? ആപ്പിളാണ്. സോ GF ഇൻവേഴ്സ് ഓഫ് ആപ്പിൾ വരും. GF ഇൻവേഴ്സ് ഓഫ് ആപ്പിൾ എത്ര കിട്ടി? 1 കിട്ടി. അപ്പോൾ നമ്മൾ 1 ഇങ്ങനെ വലിയൊരു ഫംഗ്ഷനിലെ 1 ഇട്ട് കൊടുത്താൽ നമുക്കൊരു മാറ്റവും ഇല്ലാതെ തന്നെ 1 കിട്ടി. ഇനി നേരെ മറിച്ച് ഇവിടെ 2 ഇട്ട് കൊടുത്താൽ നമുക്ക് 2 കിട്ടും. നേരെ മറിച്ച് ഇവിടെ 3 ഇട്ട് കൊടുത്താൽ നമുക്കിവിടെ എന്ത് കിട്ടും? 3 കിട്ടും. ആ ഒരു രീതിയിലായിരിക്കും നമുക്ക്. അതുകൊണ്ടാണ് GF ഇൻവേഴ്സ് ഓഫ് GF നമുക്ക് എന്തെന്ന് കിട്ടിയത്? ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് കിട്ടിയത്. ഇനി നോക്കുക, അപ്പോൾ നമ്മൾ GF ഇൻവേഴ്സ് ഓഫ് GF ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ GF ഓഫ് G ഇൻവേഴ്സിന് തന്നെ നമുക്ക് എന്തെന്ന് കിട്ടും? ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? എങ്ങനെയാണ്? നമ്മളതിൻ്റെ ഒരു സിമ്പിളായിട്ട് GF ഓഫ് G ഇൻവേഴ്സ് നമ്മളിപ്പോൾ കിട്ടിയ പോലെ തന്നെ GF ഓഫ് G ഇൻവേഴ്സ് ഓഫ് ഒരു എന്ത് ചെയ്യുക? ഒരു എക്സാമ്പിൾ എടുക്കുക. അപ്പം എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഞാൻ ഇതാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. GF ഓഫ് GOF ഇൻവേഴ്സ്. ഓക്കെ, ഓഫ് ഒരു വാല്യൂ എടുത്തു. എത്ര എടുത്തു? ആപ്പിൾ എടുത്തു. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? വിച്ച് ഈസ് ഈക്വൽ ടു GF ഓഫ് GF ഇൻവേഴ്സ് ആപ്പിൾ വരും. എന്താണ് GF ഇൻവേഴ്സ് ആപ്പിൾ? നമുക്കറിയാം, ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. GF ഇൻവേഴ്സ് ആപ്പിൾ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് GF ഓഫ് 1 കിട്ടും. എന്താണ് GF ഓഫ് 1? ആപ്പിൾ തന്നെയാണ്. നമ്മൾ വലിയൊരു ഫംഗ്ഷനിൽ നിന്ന് അപ്ലൈ ചെയ്തു. ഓക്കെ, നമ്മൾ വലിയൊരു ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്തു. GF ഓഫ് GF ഇൻവേഴ്സ് ആപ്പിളിന് അപ്ലൈ ചെയ്തു. പക്ഷേ നമുക്ക് ആപ്പിൾ തന്നെ കിട്ടി. നേരെ മറിച്ച് ഇവിടെ ബോൾ ആയിരുന്നേ നമുക്ക് ബോൾ തന്നെ കിട്ടും. ക്യാറ്റ് ആണ്, നമുക്ക് ഇത് തന്നെ കിട്ടും. ക്യാറ്റ് തന്നെ കിട്ടും. അപ്പോൾ GF ഇൻവേഴ്സ് ഓഫ് GF I ആണ്. GF ഓഫ് GF ഇൻവേഴ്സ് I ആയതുകൊണ്ട് നമുക്ക് അതിന് എന്ത് ചെയ്യും? ഇൻവേർട്ടിബിൾ മെട്രിക്സ് നമുക്ക് കിട്ടും. അതാണ് നമ്മൾ ഏതാണ് 1 1 1 2 ഫംഗ്ഷൻ്റെ ഇൻവേർട്ടിബിൾ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൂവ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ, നമ്മൾ അടുത്ത് പ്രൂവ് ചെയ്യേണ്ട GF ഇൻവേഴ്സ് ഓഫ് GF ഇൻവേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്? ഓക്കെ, GF ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ F ഇൻവേഴ്സ് ഓഫ് G ഓഫ് ഇൻവേഴ്സ് എന്ന് പ്രൂവ് ചെയ്യണം. F ഇൻവേഴ്സ് ഓഫ് GF ഇൻവേഴ്സ് ആപ്പിൾ എടുത്തു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? F ഇൻവേഴ്സ് ഓഫ് G ഇൻവേഴ്സ് ആപ്പിൾ വരും. ഓക്കെ അല്ലേ? എന്താണ് G ഇൻവേഴ്സ് ആപ്പിൾ? നമ്മൾ ഓൾറെഡി പ്രീവിയസ് സ്റ്റെപ്പിൽ കണ്ടതാണ്. ഓക്കെ, G ഇൻവേഴ്സ് ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? A ആയിരിക്കും. നമ്മൾ പ്രീവിയസ് സ്റ്റെപ്പിൽ ഏതാണ് കണ്ടതാണ്. ഓക്കെ, എന്തുകൊണ്ടാണ്? G ഇൻവേഴ്സ് ഓഫ് ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും? ഓക്കെ, G ഇൻവേഴ്സ് ഓഫ് ആപ്പിൾ എന്ന് പറയുന്നത് എത്രയാണ്? A ആണ്. ഓക്കെ അല്ലേ? G ഇൻവേഴ്സ് ആപ്പിൾ എന്ന് പറയുന്നത് A ആണ്. അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ G ഇൻവേഴ്സ് ആപ്പിളിന് പകരം F ഇൻവേഴ്സ് A കിട്ടും. ഇനി F ഇൻവേഴ്സ് A എത്രയാണ്? F ഇൻവേഴ്സ് A ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് തന്നെ കണ്ടതാണ്. എത്രയാണ്? 1 ആണ്. ഓക്കെ അല്ലേ? F ഇൻവേഴ്സ് A എത്രയാണ്? 1 ആണ്. അതുപോലെ തന്നെ G ഓഫ് F ഇൻവേഴ്സ് ആപ്പിൾ എത്രയാണ്? ഇവിടെ നോക്കുക, G ഓഫ് F ഇൻവേഴ്സ് ആപ്പിൾ എത്രയാണ്? 1 ആണ്. ഇതെല്ലാം ഒരേ എക്സ്പ്രഷൻ തന്നെ കിട്ടി. അപ്പോൾ ഇവിടെ എന്താണ് എത്തിയിരിക്കുന്നത്? F ഇൻവേഴ്സോ G ഇൻവേഴ്സ് ആപ്പിൾ G ഓഫ് F ഇൻവേഴ്സ് ആപ്പിളും നമുക്ക് ഒരേ വാല്യൂ തന്നെ കിട്ടി. ജസ്റ്റ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക,
നമ്മൾ 3 എക്സാമ്പിൾ വെച്ച് പ്രൂവ് ചെയ്യുന്നതാണ്. എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇൻവേഴ്സ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇൻവേഴ്സ് ആപ്പിൾ. നമ്മൾ പ്രീവിയസ് സ്റ്റെപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ജി ഇൻവേഴ്സ് ആപ്പിൾ എന്താണ്? എ ആണ്. അതുകൊണ്ട് എഫ് ഇൻവേഴ്സ് എ എന്ന് എഴുതി. എന്താണ് എഫ് ഇൻവേഴ്സ് എ? ഫസ്റ്റ് പേജിൽ എന്താണ് എഫ് ഇൻവേഴ്സ് എ എന്ന് പറയുന്നത് എത്രയാണ്? ഇത് എഫ് ഇൻവേഴ്സ് എ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഓക്കെ, അത് രണ്ടും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? എഫ് ഇൻവേഴ്സ് 1 കിട്ടി. അല്ലെ ജി ഓഫ് എഫ് ഇൻവേഴ്സ് ആപ്പിൾ എത്ര കിട്ടും? ജി ഓഫ് എഫ് ഇൻവേഴ്സ് ആപ്പിളും 1 തന്നെ. അതുകൊണ്ട് നമുക്കിത് പ്രൂവ് ചെയ്യാം. ഇനി ആപ്പിളിന് പകരം ബോൾ ഇട്ടാലും അത് വാല്യൂ തന്നെ കിട്ടും, ക്യാറ്റ് ഇട്ടാലും അതേ വാല്യൂ തന്നെ കിട്ടും. അതുകൊണ്ടാണ് ജി ഓഫ് എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇൻവേഴ്സ് ആയത്. ഇത് നമുക്ക് തീവ്രമായിട്ട് എന്ത് ചെയ്യാം? പ്രൂവ് ചെയ്യാം.